Hello, welcome to Aifer Education, India's first happy learning ecosystem where thousands of students cleared UGCNET and JRF. So, Mission JRF history ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഫ്രം 1909 to 1935 അഥവാ 1909 മുതൽ 1935 വരെ നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 7-ലുള്ള നമുക്കൊരു ടോപ്പിക്കാണ്, മോഡേൺ ഇന്ത്യയുടെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു ഏരിയ എന്നുള്ളത്. സോ നമ്മുടെ എന്താ പറയുക, ഈ ഒരു ഡിസംബർ എക്സാം അടുത്ത് വരികയാണ്. സോ ഈ ഒരു മിഷൻ JRF ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് ഹിസ്റ്ററി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, ക്ലാസ്സൊക്കെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എയ്ഫറിൻ്റെ ഭാഗമായിട്ട് പ്രിപ്പറേഷനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്താണ് നമ്മുടെ എയ്ഫർ ടീമായിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യാം, സോ നിങ്ങൾ പ്രിപ്പറേഷനൊക്കെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അതിനു മുന്നേ എന്താണ് നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിനെ പറ്റി നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താനുണ്ട്. പേപ്പർ 1-നും നമ്മുടെ പേപ്പറായിട്ടുള്ള ഹിസ്റ്ററിക്കും ഹൈഫറിൽ സെപ്പറേറ്റ് ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട്. സോ ഈ ഒരു മിഷൻ JRF ഭാഗമായിട്ട് ഹൈഫർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, അതുപോലെ തന്നെ ക്ലാസ്സസ്, പിന്നെ എന്തെങ്കിലുമൊക്കെ വെബിനാർസും മറ്റു പ്രോഗ്രാംസും, പിന്നെ അതുപോലെ തന്നെ NTAയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന എല്ലാവിധ നോട്ടിഫിക്കേഷൻസും ഏറ്റവും ലൈവായിട്ട് ഏറ്റവും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എയ്ഫറിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പ് എന്നുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഹിസ്റ്ററിയുടെ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ഭാഗമാവാം. അപ്പോൾ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് PYQ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവും, പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് ടോപ്പിക്. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഫ്രം 1909 to 1935 എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 3 റിഫോംസുകൾ അല്ലെങ്കിൽ 3 ആക്ട്സുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് എന്നുള്ളത് 1909 വരുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909 വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് മിൻറ്റോ-മോർലി റിഫോംസ് അല്ലേ. പിന്നെ 1990 വരുന്ന മൊണ്ടാഗോ-ചെംസ്ഫോർഡ് റിഫോംസ് അഥവാ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നുള്ളത്. പിന്നെ എന്താ പറയുക, ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലും പലതരത്തിലും റെഫർ ചെയ്ത് അതിൽ നിന്ന് പല പ്രൊവിഷൻസും എടുത്തൊരു ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നുള്ളത്. സോ ഈ 3 ആക്ട്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഒട്ടുമിക്ക സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് എന്ത് ചെയ്യും അവർ, 1909 ഒരു പ്രൊവിഷൻ 1990 ഉണ്ടായതാണെന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്ന് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു ഏരിയ കൂടിയാണിത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, വെറുതെ ബൈഹാർട്ട് ചെയ്യരുത്, വ്യക്തമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാണ്. 1909 ഇന്ന കാര്യങ്ങളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് എന്നുള്ളത്. അതിലൊരു കീ ടേം വെച്ച് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. കാര്യം ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് തുടങ്ങാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909 എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മിൻറ്റോ-മോർലി റിഫോംസ് ബിക്കോസ് ഈ ഒരു ആക്ട് വരുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി എന്നുള്ളത് ലോർഡ് മിൻറ്റോ ആയിരുന്നു, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നുള്ളത് മോർലി ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ആക്ട് മിൻറ്റോ-മോർലി റിഫോംസ് എന്ന പേരിലും അറിയപ്പെടുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ആക്ട് വഴി ഉണ്ടായ മാറ്റങ്ങൾ എന്നുള്ളതാണ്. ഒന്ന്, ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൻ്റെ സൈസ് കൂടി, വിച്ച് മീൻസ് മെമ്പേഴ്സിൻ്റെ എണ്ണം കൂട്ടി എന്നുള്ളത്. ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ സൈസ് എന്താണ് ഭയങ്കര കൺസിഡറബിൾ ഇൻക്രീസ് ചെയ്തിട്ടുള്ള ഒരു ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909 എന്നുള്ളത്. സെൻട്രലും പ്രൊവിൻസസിലും രണ്ടാണ്, അത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും ഈ ഒരു സൈസ് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ 16-ൽ നിന്ന് 60-ലേക്കാണ് ഇൻക്രീസ് ഉണ്ടായത്. സോ 16 ആൾക്കാരുടെ അടുത്ത് നിന്ന് 60 അതിൻ്റെ സൈസ് കൂടിയിട്ടുണ്ടായിരുന്നു. ഓരോ പ്രൊവിൻസിനും ആ ഒരു പ്രൊവിൻഷ്യൽ പോപ്പുലേഷനൊക്കെ അനുസരിച്ചിട്ട് വ്യതിയാനങ്ങളുണ്ട്. സോ സെൻറ്ററിനത് 60 എന്ന രീതിയിലാണ് ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇറ്റ് എൻലാർജ് ദ ഡെലിബറേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ്. വെറുതെ കുറേ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിന് മെമ്പേഴ്സിന് ഇരുത്തിയിട്ട് കാര്യമുണ്ടോ, അവർക്ക് പവേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഇല്ല. സോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പവേഴ്സും ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു പവേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള അംഗങ്ങൾക്കൊക്കെ പവേഴ്സ് കിട്ടുക എന്നുള്ളത് ഭയങ്കര കാര്യമാണ്. കാരണം 1892-ലൊക്കെയാണ് കുറച്ചൊക്കെ പവേഴ്സ്, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1892-ലാണ് ക്വസ്റ്റ്യൻ എന്താണ് നമുക്കറിയാലോ, പാർലമെൻറ്റിൻ്റെ ചില രീതികൾ, ചോദ്യ ഉത്തര സമയമൊക്കെ ഉണ്ടാവും. അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അധികാരമൊക്കെ ചെറിയ രീതിയിൽ കിട്ടി തുടങ്ങുന്നത് 1892-ലാണ്. അതൊന്നുകൂടി അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന
ഫങ്ഷൻസിനെ ഒന്നുകൂടി കൂട്ടിയ ഒരു ആക്റ്റും കൂടിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909 എന്നുള്ളത്. ഇതുവഴി മെമ്പേഴ്സ് were allowed to ask supplementary questions, move resolutions on the budget and so on. So supplementary questions ചോദിക്കാനുള്ള അധികാരവും അതുപോലെ തന്നെ ബജറ്റുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട അധികാരമൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909 വഴിയാണ് എന്ത് കിട്ടിയിട്ടുള്ളത്, മെമ്പേഴ്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് another change is it provided the association of Indians with the executive councils of the viceroys and generals. This is so important. വൈസ്രോയികളുടെയും അതുപോലെ തന്നെ നമ്മുടെ ഗവേണേഴ്സിൻ്റെയും എക്സിക്യൂട്ടീവ് കൗൺസിൽസിൽ ഇന്ത്യക്കാർക്ക് അംഗത്വം കൊടുക്കുന്ന ആക്ട് കൂടിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909 എന്നുള്ളത്. അങ്ങനെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായിട്ട് വരുന്ന ആദ്യത്തെ വ്യക്തി എന്നുള്ളത് സത്യേന്ദ്ര പ്രസാദ് സിൻഹയാണ്. ഓക്കെ, വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗത്വം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ എന്നുള്ളത് ആരാണ്? സത്യേന്ദ്ര പ്രസാദ് സിൻഹയാണ്. അദ്ദേഹം ലോ മെമ്പർ ആയിരുന്നു കേട്ടോ അദ്ദേഹം. സോ നെക്സ്റ്റ് ചേഞ്ച് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മാറ്റം 1909 മിൻറ്റോ-മോർലി റിഫോംസിൽ കൊണ്ടുവരുന്നത് മുസ്ലിംസിനെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് അനുവദിച്ചു എന്നുള്ളതാണ്. സോ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ഒരു സ്ഥലത്ത് മത്സരിക്കുകയാണെങ്കിൽ അവർക്ക് മുസ്ലിം കാൻഡിഡേറ്റിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്ന രീതിയിൽ നമുക്ക് എന്താ പറയാം, ഈ ഒരു ആക്ട് കമ്മ്യൂണലിസത്തിനെ ലീഗലൈസ് ചെയ്തു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ളൊരു പ്രൊവിഷനാണ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് എന്നുള്ളത്. സോ അതന്ന് മുസ്ലിംസിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിന്യൂസ് ഡിമാൻഡ് ഉണ്ടായത് കൊണ്ടാണ് അനുവദിച്ചു കൊടുത്തത് 1909 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വഴി. സോ എന്താണ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ഫോർ മുസ്ലിംസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മിൻറ്റോ-മോർലി റിഫോംസ് വഴിയാണ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് വരുന്നത്. പിന്നീടുള്ള ഓരോ ആക്ട്സിലും ആദ്യം മുസ്ലിംസിന് കൊടുക്കുന്നു, പിന്നെ സിഖ്സിനും ആംഗ്ലോ ഇന്ത്യൻസിനും ക്രിസ്ത്യൻസിനൊക്കെ അടുത്ത ആക്ട് വഴി കൊടുക്കുന്നു, പിന്നെ അതുപോലെ തന്നെ ഡിപ്രസ്ഡ് ക്ലാസ് വിമൻസിനൊക്കെ കൊടുക്കുന്നു. ഈ രീതിയിൽ സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ഇങ്ങനെ ഇന്ത്യയിൽ വർദ്ധിച്ച് വരുന്ന ഒരു പ്രവണത കാണാം. ഇത് തുടക്കം കുറിക്കുന്നത് മിൻറ്റോ-മോർലി റിഫോംസിലായതുകൊണ്ട് തന്നെ ലോർഡ് മിൻറ്റോയെ ഇന്ത്യ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ്. കമ്മ്യൂണൽ ഇലക്ടറേറ്റിന്റെ ഫാദർ ആയിട്ട് ലോർഡ് മിൻറ്റോ ആണ് അറിയപ്പെടുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909 ഉണ്ടായ മാറ്റങ്ങൾ? ഒന്ന് എന്നുള്ളത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെയും പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെയും ആ ഒരു സൈസ് കൂട്ടി എന്നുള്ളതാണ്. കൗൺസിൽ ഇതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ അംഗങ്ങളുടെ പവർ കൂട്ടി. അതിന് അവർക്ക് സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ബജറ്റുമായിട്ടുള്ള റെസൊല്യൂഷൻസിലൊക്കെ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. മറ്റൊരു മാറ്റം എന്നുള്ളത് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യൻ മെമ്പർ വരികയാണ്. ആൻഡ് ദ ഫസ്റ്റ് ഇന്ത്യൻ മെമ്പർ വാസ് സത്യേന്ദ്ര പ്രസാദ് സിൻഹ. ഈ വാസ് എ ലോ മെമ്പർ എന്നുള്ളതാണ്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ മാത്രമല്ല ഗവർണർ എക്സിക്യൂട്ടീവ് കൗൺസിലും വിച്ച് മീൻസ് പ്രൊവിൻഷ്യലും സെൻട്രലും എക്സിക്യൂട്ടീവ് കൗൺസിൽസിൽ ഇന്ത്യക്കാർക്ക് അംഗത്വം ലഭിച്ചു എന്നുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ഈസ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ മുസ്ലിംസ്. അത് ഓർത്ത് വെക്കുക, 1909 മിൻറ്റോ-മോർലി റിഫോംസ് വഴിയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909 ഇറ്റ് ലീഗലൈസ്ഡ് കമ്മ്യൂണലിസം എന്നും പറയാറുണ്ട്. ആൻഡ് ലോർഡ് മിൻറ്റോ ഇസ് നോൺ ആസ് ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ്. ഇതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909 ആ ഒരു ക്രിസ്പ് പോയിന്റ്സ്, നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1990 കടക്കാം, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് Montagu-Chelmsford reforms. Montagu was the Governor General of that time and Lord Chelmsford was the Viceroy of India from 1916 to 1921. So 1917 ഓഗസ്റ്റിലൊക്കെ ഉണ്ടാവുന്ന ഒരു മൊണ്ടാഗോ ഡിക്ലറേഷൻ, അല്ലെങ്കിൽ ഓഗസ്റ്റ് ഡിക്ലറേഷൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1990 വരുന്നത്. അന്ന് ആ ഒരു ഓഗസ്റ്റ് ഡിക്ലറേഷനിൽ പറഞ്ഞത് ഇന്ത്യക്കാർക്ക് കുറച്ചും കൂടെയൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യത്തിൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കും എന്നൊക്കെ രീതിയിലുള്ള കുറച്ച് വാഗ്ദാനങ്ങളൊക്കെ ഓഗസ്റ്റ് ഡിക്ലറേഷനിലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മൊണ്ടാഗോ-ചെംസ്ഫോർഡ് റിഫോംസ് വരുന്നത്. എന്താണ് ഇതിൻ്റെ കൊണ്ടുവരുന്ന പ്രൊവിഷൻസ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് എന്നുള്ളത്. ഇത് പ്രൊവിൻസസിൽ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. സോ ഒരു ഡബിൾ റൂൾ എന്നൊക്കെ പറയുന്നത് പോലെ റിസർവ്ഡ് സബ്ജക്ട്സ്, ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് എന്ന രീതിയിൽ രണ്ട് തരത്തിലുള്ള ഭരണങ്ങൾ, അതാണ് ഡയാർക്കി. നിങ്ങൾ അതിൻ്റെ ടേം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഡീപ്പ് പോകുമ്പോൾ അത് പ്യുവർലി പൊളിറ്റിക്കൽ സയൻസിൻ്റെ ടോപ്പിക്കാണ്. സോ പ്രൊവിൻസസിൽ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ്. വിച്ച് മീൻസ് ഇങ്ങനെ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, എന്താണ് ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സും റിസർവ്ഡ് സബ്ജക്ട്സ് ഒക്കെ ഉണ്ട്. അതിൽ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിൽ കുറച്ചും കൂടി പ്രൊവിൻഷ്യൽ മെമ്പേഴ്സിന് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. റിസർവ്ഡ് സബ്ജക്ട്സ് കംപ്ലീറ്റ്ലി വൈസ്രോയുടെ കയ്യിലാണ്. ആ രീതിയിലൊക്കെ എന്താണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ആക്റ്റാണ്
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 അല്ലെങ്കിൽ മൊണ്ടാഗോ ചെംസ്ഫോർഡ് റിഫോംസ് എന്നുള്ളത്. സോ ഇറ്റ് ഡിമാർക്കേറ്റഡ് ആൻഡ് സെപ്പറേറ്റഡ് സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ സബ്ജക്ട്. നമ്മൾ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ സെൻട്രലിൻ്റെ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നൊക്കെ കാണാറില്ലേ ചില ടോപ്പിക്സ്. അതുപോലെ തന്നെ സെൻട്രലിൻ്റെ സബ്ജക്ട്സുകൾ ഏതൊക്കെയാണ്, പ്രൊവിൻസസിൻ്റെ സബ്ജക്ട്സുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് സെപ്പറേഷൻ വരുന്നതും 1919 ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയാണ്. ആൻഡ് ഇന്ത്യൻ ലെജിസ്ലേറ്റർ ബിക്കം ബൈക്യാമറൽ ഫോർ ദ ഫസ്റ്റ് ടൈം. സെൻട്രൽ ആട്ടോ, പ്രൊവിൻസ് ആയിട്ടില്ല. സെൻട്രൽ ലെജിസ്ലേറ്റർ എന്തായി മാറി? ബൈക്യാമറലിസം സെൻട്രൽ ലെജിസ്ലേറ്ററിൽ കൊണ്ടുവന്നു. വിച്ച് മീൻസ് എന്താണ് ബൈക്യാമറലിസം? അപ്പർ ഹൗസ്, ലോവർ ഹൗസ്. നമ്മൾ ഇന്ന് കാണുന്ന രാജ്യസഭ, ലോക്സഭ പോലെയുള്ള അതൊക്കെയാണ് ബൈക്യാമറലിസം എന്ന് നമ്മൾ പറയുന്നത്. അത് വരുന്നതും 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയാണ്. ഓക്കെ. So it extended the principle of communal electorate. So 1909 മിന്റോ മോർലി റിഫോംസ് വഴി മുസ്ലിംസിന് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് പദവി കൊടുക്കുന്നുണ്ട്. ഈ സാധനം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? സിഖ്സിനും ആംഗ്ലോ ഇന്ത്യൻസിനും ക്രിസ്ത്യൻസിനും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്ന ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നുള്ളത്. ഓക്കെ. സോ ഇറ്റ് എക്സ്റ്റെൻഡഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് ഫോർ സിഖ്സിന് കൊടുത്തു, ഇന്ത്യൻ ക്രിസ്ത്യൻസിന് കൊടുത്തു, ആംഗ്ലോ ഇന്ത്യൻസിന് കൊടുത്തു, അതുപോലെ തന്നെ യൂറോപ്യൻസിനും ഈ ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് പദവി കൊടുത്തു. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ. Hence, a central public service commission was set up in 1926. Government of India Act 1919 മുന്നോട്ട് വെക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ആണ് അവിടെ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടാവേണ്ട ഒരു തീരുമാനത്തിന് അംഗീകാരം കൊടുത്തു. അതുവഴി 1926 സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യയിൽ വരികയാണ് ഉണ്ടായത്. സോ ദിസ് ഈസ് അബൌട്ട് മൊണ്ടാഗോ ചെംസ്ഫോർഡ് റിഫോംസ്. ഏറ്റവും ബേസിക് ആയിട്ട് ഓർത്തു വെക്കുക, പ്രൊവിൻഷ്യൽ ഡയാർക്കി വന്നത് 1919 അതുപോലെ തന്നെ ബൈക്യാമറലിസം സെൻട്രൽ കേട്ടോ, പ്രൊവിൻഷ്യലല്ല, പ്രൊവിൻഷ്യൽ വരുന്നത് അടുത്ത ആക്ടിലാണ്. സെൻട്രലിൽ ബൈക്യാമറലിസം വരുന്നത് അല്ലെങ്കിൽ അഥവാ അപ്പർ ഹൗസ്, ലോവർ ഹൗസ് എന്നുള്ള രണ്ട് ഹൗസസ് ആയി തിരിച്ചിട്ടുള്ള ആ ഒരു ഘടന വരുന്നത് 1919 മൊണ്ടാഗോ ചെംസ്ഫോർഡ് റിഫോംസ് വഴിയാണ്. 1909 മുസ്ലിംസിന് കൊടുത്തിട്ടുണ്ടായിരുന്ന കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്നുള്ളത് വീണ്ടും സിഖ്സിനും ആംഗ്ലോ ഇന്ത്യൻസിനും യൂറോപ്യൻസിനും ഇന്ത്യൻ ക്രിസ്ത്യൻസിനും അലോ ചെയ്ത് കൊടുക്കുന്നതും 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയാണ്. ഓക്കെ. ഇതൊക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് എന്നുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് നോക്കാം. വിച്ച് ഈസ് ഗവൺമെൻറ് ഇതിൽ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. It separated for the first time provincial budgets from central budgets. So ബജറ്റ്സിൻ്റെ ആ ഒരു സെപ്പറേഷൻ, നേരത്തെ സെപ്പറേഷൻ ഓഫ് പവർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ബജറ്റും സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നതും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 വഴിയാണ്. ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ അപ്പോയിൻമെന്റ് ഓഫ് എ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ ടു ഇൻക്വയർ ഇൻ ടു ആൻഡ് റിപ്പോർട്ട് ഓൺ ഇറ്റ്സ് വർക്കിംഗ് ആഫ്റ്റർ 10 years. സോ ഈ ഒരു ആക്ട് വന്നു 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഡിക്ലെയർ ചെയ്തു. സോ അതിനുശേഷം 10 വർഷത്തിന് ശേഷം ഈ ഒരു ആക്ട് വഴി ഇന്ത്യയിൽ നടത്തിയ പ്രൊവിഷൻസ് എത്രത്തോളം സക്സസ്ഫുൾ ആയി എന്ന് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യപ്പെടും എന്നും ഈ ആക്ടിൽ. ഓക്കെ. സോ അങ്ങനെ വരുന്ന കമ്മീഷനാണ് ഏതാണ് 1919 ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ മിന്റോ മോർലി റിഫോംസ് എത്രത്തോളം 10 വർഷം തികയാന്നൊന്നുമില്ല. 1927 തന്നെ സൈമൺ കമ്മീഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നു, മനസ്സിലായി പ്രൊവിൻസസിൽ ഡയാർക്കിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പാടെ അബദ്ധമായിരുന്നു, അതൊരു ഫെയിലർ ആയിരുന്നു എന്നൊക്കെയുള്ള ഒരു ബോധം ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായി. സോ ആ ബോധത്തിനൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പിന്നെ വരുന്ന ആക്റ്റാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നുള്ളത്. ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പറ്റി പഠിക്കാം. സോ അതിൻ്റെ ഫസ്റ്റത്തെ പ്രൊവിഷൻ എന്നുള്ളത് ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ആൻ ഓൾ ഇന്ത്യ ഫെഡറേഷൻ. സോ ഇന്ത്യയിലെ പ്രൊവിൻസസും പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഒക്കെ ഒരുമിച്ച് ഒരു യൂണിറ്റ്സായി നിന്നിട്ട് ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഇന്ത്യയിൽ വന്നോ? ഇല്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അതിനായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ അതിന് എന്ത് ചെയ്തിട്ടില്ല, കൂടെ നിന്നിട്ടില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ്, റെസിജ്വറി പവേഴ്സ് വെർ ഗീവൻ ടു ദ വൈസ്രോയ്. സോ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റിൻ്റെ ലിസ്റ്റും
അതുപോലെ തന്നെ സെൻറ്ററിൻ്റെ ലിസ്റ്റും ഒക്കെ ഡിമാർക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയാണ്, ഇന്ന കാര്യത്തിൽ ഇതാണ് സെൻറ്ററിൻ്റെ അധികാര പരിധി എന്നൊക്കെയുള്ള ഒരു ഡിമാർക്കേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഇത് രണ്ടിലും പെടാത്ത നമ്മൾ ഇന്ന് പറയപ്പെടുന്ന കൺകറൻറ്റ് ലിസ്റ്റൊക്കെ പോലെയുള്ള ടോപ്പിക്സ് ആർക്ക് കൊടുത്തു? റെസിജ്വറി പവേഴ്സ് ആർക്ക് കൊടുത്തു? വൈസ്രോയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ്. ഇറ്റ് അബോളിഷ് ദ ഡയാർക്കി ഇൻ ദ പ്രൊവിൻസസ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് പ്രൊവിൻഷ്യൽ ഓട്ടോണമി. സോ ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്. നിങ്ങൾ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്നുള്ളത് ഇതാണ്. പ്രൊവിൻഷ്യൽ ഡയാർക്കി അബോളിഷ് ചെയ്യുന്നത് ഏത് വർഷമാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയാണ്. സോ പ്രൊവിൻസിൽ ഡയാർക്കി അബോളിഷ് ചെയ്തു. എന്നിട്ട് എന്ത് കൊടുത്തു? പ്രൊവിൻസസിന് സ്വയം ഭരണാധികാരം കൊടുത്തു, അഥവാ ഓട്ടോണോമി കൊടുത്തു. പ്രൊവിൻഷ്യൽ ഓട്ടോണോമി നിലവിൽ വരുന്നത് 1935. ഏത് വർഷമാണ് പ്രൊവിൻഷ്യൽ ഡയാർക്കി വരുന്നത്? എവിടെയാണ്? 1919. തൊട്ട് മുന്നത്തെ ആക്ട് അഥവാ മൊണ്ടാഗു ചെംസ്ഫോർഡ് ആക്ടിലാണ് പ്രൊവിൻഷ്യൽ ഡയാർക്കി വരുന്നത്. പിന്നെ വരുന്ന 1935 ആക്ടിൽ പ്രൊവിൻഷ്യൽ ഡയാർക്കി അബോളിഷ് ചെയ്തു, പ്രൊവിൻഷ്യൽ ഓട്ടോണോമി വന്നു. ഓക്കെ. So the next is, it introduced responsible government in provinces. It introduced bicameralism in 6 out of 11 provinces. So 1990 മൊണ്ടാഗോ ചെംസ്ഫോർഡ് റിഫോംസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻറ്ററിൽ ആദ്യമായിട്ട് ബൈക്യാമറലിസം വരുന്നത് ആ ഒരു ആക്ട് വഴിയാണ്, 1919 വഴിയാണ്. അത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് ആ ഒരു ബൈക്യാമറലിസം വരുന്നത്. ഇനി പ്രൊവിൻസസിൽ ഇന്ത്യയിലെ അന്നത്തെ 11 പ്രൊവിൻസസുകളിൽ നിന്ന് 6 പ്രൊവിൻസസുകളിൽ എന്ത് വന്നു? ഈ ഒരു ബൈക്യാമറലിസം വന്നു, അഥവാ അപ്പർ ഹൗസ് ലോവർ ഹൗസ് എന്ന രീതിയിലുള്ള ഭരണ സംവിധാനം വന്നത് ഏത് ആക്ട് വഴിയാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വഴി. സോ പ്രൊവിൻഷ്യൽ ഓട്ടോണോമി, ബൈക്യാമറലിസം ഇൻ ദ പ്രൊവിൻസസ്, ഇത് രണ്ടും 1935 ആക്ടിൻ്റെ ഫീച്ചേഴ്സാണ്. ഓക്കെ. So the next is, it extended the principle of communal representation by providing separate electorates for depressed classes, women and labor. സോ നിങ്ങൾ ആ ഒരു എവല്യൂഷൻ കറക്റ്റ് മനസ്സിലാക്കണം കേട്ടോ. 1909 മിൻറ്റോമോൾ റിഫോംസിൽ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വന്നു. അന്ന് ആർക്കായിരുന്നു കൊടുത്തിരുന്നത് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്? മുസ്ലിംസിനായിരുന്നു അല്ലേ. പിന്നീട് 1990 ആംഗ്ലോ ഇന്ത്യൻസ്, യൂറോപ്യൻസ്, ഇന്ത്യൻ ക്രിസ്ത്യൻസ് 6 ഇവർക്ക് 4 പേർക്കും എന്ത് കൊടുത്തു? സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുത്തു. ഇനി 1935 എത്തുമ്പോൾ വീണ്ടും സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സിൻ്റെ ആൾക്കാർ കൂടി വരികയാണ്. ഒന്ന് എന്നുള്ളത് ഡിപ്രസ്ഡ് ക്ലാസസ് അഥവാ ഇന്ത്യയിലെ SC വിഭാഗം, ഷെഡ്യൂൾഡ് കാസ്റ്റസ്, വിമൻ ആൻഡ് ലേബർ വർക്കേഴ്സ്, ഇവർക്കൊക്കെ എന്ത് കൊടുത്തു? സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുത്തു. നെക്സ്റ്റ് ആണ്, it abolished the Council of India established by Government of India. ഇത് അബോളിഷ് ചെയ്യുന്നുണ്ട്. സോ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നത്. ഓക്കെ. ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു കൺട്രോൾ ദ കറൻസി ആൻഡ് ദ ക്രെഡിറ്റ് ഓഫ് ദ കൺട്രി. നെക്സ്റ്റ്, ഇറ്റ് എസ്റ്റാബ്ലിഷ് ദ പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ. നേരത്തെ സെൻട്രൽ പബ്ലിക് കമ്മീഷൻ വരാനുള്ള ഒരു പ്രൊവിഷൻ 1919 ആക്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 1926 സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നിട്ടുണ്ട്. ഇനി പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷനും അതുപോലെ തന്നെ ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷനും, അഥവാ 2 സ്റ്റേറ്റുകൾക്ക് ഒരുമിച്ചൊരു PSC എന്ന രീതിയിൽ ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷനും വരുന്നതും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ആക്ട്സ്. നമ്മൾ 3 ആക്ട്സിനെ പറ്റി അതിൻ്റെ പ്രൊവിഷൻസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കൂടുതൽ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പോളിറ്റി എന്ന ടെക്സ്റ്റിൽ ഇത് കംപ്ലീറ്റ് കൊടുക്കുന്നുണ്ട്. ഫ്രം ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 മുതൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 വരെയുള്ള ആ ഒരു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിൻ്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ്. പക്ഷേ അത് ഭയങ്കര കുറച്ചൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും നമ്മളൊരു ഹിസ്റ്ററി സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെക്ട്രത്തിലും ഈ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് സ്പെക്ട്രത്തിലൊരു ചാപ്റ്റർ ഉണ്ട്, അതിലും നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാം. ബട്ട് ഏറ്റവും ബേസിക് ആയിട്ട് എക്സാംസിന് ഏറ്റവും ചോദിക്കുന്ന രീതിയിൽ നിങ്ങൾക്കുള്ള മെറ്റീരിയൽ എന്നുള്ളത് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതെന്നെ റെഫർ ചെയ്ത് പഠിച്ചാൽ മതി. മാക്സിമം PYQs ഒക്കെ ചെയ്തിട്ട് പഠിച്ച ഇൻഫർമേഷൻസ് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ നോക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം.
Which among the following statements are correct? ഞാൻ നേരത്തെ പറഞ്ഞു ഈ രീതിയിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാൻ പോവുക. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യും, പ്രൊവിഷൻസ് മാറ്റും. വിച്ച് മീൻസ് 1909 മിൻഡോ മോർലി റിഫോംസിൽ വന്ന പ്രൊവിഷൻ 1919 വന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലാണ് എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The Imperial and Provincial Legislative Council were entirely nominated bodies until 1892. Prior to the Indian Councils Act of 1892, legislative councils were granted statutory powers of discussing budget and putting questions. The Ilbert storm was the most extreme but by no means isolated expressions of weight racism. The Mindo Morley reforms granted diarchy at the provincial level. നമ്മൾ ആകെ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ബാക്കിയൊക്കെ 1892 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് വഴി വന്നിട്ടുള്ള ചേഞ്ചസിനെ പറ്റിയാണ് ചോദിക്കുന്നത്. നമ്മൾ അതിനെ പറ്റി പഠിക്കാം കേട്ടോ. സോ നിങ്ങൾ നോക്കിയേ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ തെറ്റാണോ? മിൻഡോ മോർലി റിഫോംസ് ആണോ പ്രൊവിൻസിൽ ഡയാർക്കി കൊണ്ടുവരുന്നത്? ആണോ? 1919 വരുന്നത്. അത് മൊണ്ടാഗോ ചെംസ്ഫോർഡ് റിഫോംസ് അല്ലേ? സോ ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വേറൊന്നും നമ്മൾ അറിയേണ്ടതില്ല, കറക്റ്റ് ആൻസർ എത്തി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ വർഷവും ആ വർഷം നടന്ന ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്, ആ ഒരു ആക്റ്റിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ കറക്റ്റ് ആൻസർ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, എ ആൻഡ് സി ഉള്ളിയാണ്. സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ്സ് ആർ കറക്റ്റ്? നോക്കട്ടോ. Bicameral legislature were introduced at center by the Government of India Act 1935. December 2023 റീസെന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. സെൻട്രൽ ബൈക്യാമറൽ ലെജിസ്ലേറ്റർ വരുന്നത് 1935 ആക്ട് വഴിയാണെന്നാണ് എനിക്ക് നമ്മളോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് ആണോ റോങ് ആണോ? സെൻട്രലിൽ ബൈക്യാമറലിസം വരുന്നത് 1935 വഴിയല്ല, 1990 മൊണ്ടാഗോ ചെംസ്ഫോർഡ് റിഫോംസ് വഴിയാണ്. പ്രൊവിൻസിൽ, അതും എല്ലാ പ്രൊവിൻസിലും വന്നില്ല, 6 പ്രൊവിൻസിൽ മാത്രമാണ് 1935 വഴി ആക്ട് വഴി എന്ത് വരുന്നത്? ബൈക്യാമറലിസം വരുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ്. ഡയാർക്കി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പ്രൊവിൻസ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919. കറക്റ്റ് അല്ലേ? 1919 ഡയാർക്കി വന്നിട്ടുള്ളത്. Provincial diarchy. Correct ആണ്, മനസ്സിലായി. Annie Besant termed the Act of 1919 as unworthy of England to offer and unworthy of India to accept. Correct ആണ്. Provincial autonomy was introduced by the Government of India Act 1935. 1935 Government of India Act വഴിയാണല്ലോ പ്രൊവിൻഷ്യൽ ഓട്ടോണമി വരുന്നത്. 1990 പ്രൊവിൻഷ്യൽ ഡയാർക്കി വരുന്നു, അതൊരു ഫെയിലർ ആണെന്ന് തിരിച്ചറിയുന്നു. 1935 പ്രൊവിൻഷ്യൽ ഓട്ടോണമി വരുന്നു. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. The Congress rejected the Indian Councils Act 1919. So the correct answer എന്ത് വരും? എ ഒഴികെ ബാക്കിയൊക്കെ കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാകാം അല്ലേ? സോ ഇതാണ് നമ്മളൊന്ന് പഠിച്ച എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഈ ഒരു മേഖലയിൽ നിന്ന് വരുന്ന ചോദ്യം എന്നുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഡീപ്പായിട്ട് അതിനെ മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ഓരോ വർഷവും വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസും നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ലൈക്ക് ആ ഒരു കീ ടേംസ് വെച്ച് പഠിക്കാം. 1990 പ്രൊവിൻഷ്യൽ ഡയാർക്കി, 1935 പ്രൊവിൻഷ്യൽ ഓട്ടോണമി. ബാക്കിയുള്ള സെൻറ്റൻസ് മുഴുവനായിട്ട് ബൈ ഹാർട്ട് ചെയ്യാനൊന്നും ശ്രമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു, ഹെൽപ്ഫുൾ ഫോർ യു. ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഐഫർ എഡ്യൂക്കേഷൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഐഫറിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും. ആ ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ ഐഫറിൻ്റെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. ആൻഡ് വൺസ് അഗെയിൻ ഐ എം റിമൈൻഡിങ് യു അബൌട്ട് ദ ഗൈഡൻസ് ഗ്രൂപ്പ്. ഗൈഡൻസ് ഗ്രൂപ്പിൽ ഭാഗമായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ ഭാഗമാവുക. നിങ്ങൾക്ക് എന്താണ് ഒരു പ്രിപ്പറേഷനൊക്കെ ഓൺ ട്രാക്കിൽ കൊണ്ടുപോകാനുള്ള ഒരു നല്ലൊരു ചാൻസാണ് ഐഫറിൻ്റെ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പ് എന്നുള്ളത്. സോ ദിസ് ഈസ് ഫോർ ടുഡേ. Hope it is clear for you, helpful for you. Thank you.